സംഗീത സംവിധായകൻ ഔസേപ്പ് അച്ഛനും സാമൂഹ്യ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിക്കും ബിജെപിയിലേക്ക് ക്ഷണം. ബിജെപിയിൽ ചേർന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് ക്ഷണം വന്നിരിക്കുന്നത്. ഇരുവർക്കുമായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ യാത്രയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഗോപാലകൃഷ്ണൻ ഇരുവരെയും പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നല്ല ആളുകൾ അവർ രാഷ്ട്രീയത്തിൽ വരണം. ഔസേപ്പ് അച്ഛനോടും ഫക്രുദ്ദീനോടും എനിക്ക് പറയാനുള്ളത്, നിയമസഭയിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നിയമസഭയിൽ മത്സരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഗ്രഹം. ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്കൊക്കെ വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ട് BJP ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എൻ്റെ പൊളിറ്റിക്സ് എന്താണ് എന്ന് പറയാം. പോസിറ്റീവ് പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇവരെല്ലാം ചെയ്യുന്നുണ്ട്. മോഡി ആണെങ്കിലും നമ്മളെ മുഖ്യമന്ത്രി ആണെങ്കിലും ഇവരെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആരും മോശമൊന്നല്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക ഇനി വരുന്നവർക്ക് പറ്റണം. അതാണ് പോസിറ്റീവ് പൊളിറ്റിക്സ്. തൃശ്ശൂരിൻ്റെ വികസനം BJPയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൻ്റെ വികസനത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു ബെഞ്ച് മാർക്ക്, അത് വളരെ പോസിറ്റീവാണ്. വി നീഡ് ഡെവലപ്മെന്റ്. We need our country to go forward. I think you politicians can help it. Thank you. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇനി അങ്ങനെയല്ലെങ്കിലും ഭാവിയിൽ സുഖമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മറ്റ് രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് വളർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് കുറച്ച് കാലമായിട്ട് നടക്കുന്നു. ഒരു അമ്മ പെറ്റ മക്കൾക്ക് പലർക്കും പല ആശയങ്ങൾ, പല ഇഷ്ടങ്ങളുണ്ടാവാം. പക്ഷേ അവരുടെ കുടുംബത്തിന് വേണ്ടി അവർ ഒരുമിച്ച് പ്രവർത്തിക്കും. അതുതന്നെയാണ് നമ്മൾ രാജ്യത്തിലെ ഓരോ ഭാരതീയനും ചെയ്യേണ്ടത് കടമ. ഔസേപ്പ് അച്ഛൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര പ്രതികരിച്ചു. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഔസേപ്പ് അച്ഛൻ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ വിലമതിക്കുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെ ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കൊക്കെ മത്സരിക്കണമെന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന BJP നേതാവ് തൃശ്ശൂരിനകത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേരള സമൂഹത്തിന് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ ഔസേപ്പ് അച്ഛൻ നേരത്തെ ഒരു RSS വേദിയിലെത്തിയ വാർത്ത വന്നിരുന്നതാണ്. ഇപ്പോൾ ഫക്രുദ്ദീൻ അലി ആകട്ടെ ചാനൽ ചർച്ചകളിൽ ആദ്യം ഇടത് നിരീക്ഷകനായി എത്തുകയും പിന്നീട് ഇപ്പോൾ സ്വതന്ത്ര നിരീക്ഷകനായി എത്തുകയും ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവർ രണ്ടും BJPയിലേക്ക് പോകുന്ന സൂചനകളുണ്ടോ? അവരുടെ പ്രതികരണം ഇപ്പോൾ നമ്മൾ കാണുകയാണ്. ജേസൺ, സ്മൃതി, ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൃശൂർ കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 4 സോണുകളായി തിരിഞ്ഞ് BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ നടത്തുന്ന യാത്രയുണ്ട്. ആ യാത്രയിൽ ഒരു യാത്ര നയിക്കുന്നത് ബി ഗോപാലകൃഷ്ണനാണ്. പൂർണ്ണമായും BJPയുടെ സംഘടനാ പരിപാടിയാണിത്. ആ ജാഥയിൽ പങ്കെടുക്കാനാണ് ഔസേപ്പ് അച്ഛനും ഫക്രുദ്ദീൻ അലിയും എത്തിയത്. ആ ജാഥയിൽ വെച്ചാണ്, ആ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ്, ആ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഇരുവരെയും പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന വളരെ വ്യക്തതയോടുകൂടി ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഇതൊന്നും നിഷേധിക്കാനോ അല്ലെങ്കിൽ ഇത്തരം ഒരു ക്ഷണത്തെ നിരാകരിക്കാനോ ഇരുവരും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് RSSന്റെ ഒരു പരിപാടിയിൽ തേക്കിൻകാട് മൈതാനിയിൽ ഔസേപ്പ് അച്ഛൻ പങ്കെടുത്തിരുന്നു. അത് പൊതുപരിപാടി എന്ന നിലയിലാണ് പങ്കെടുത്തത് എന്നാണ് അന്ന് ഔസേപ്പ് അച്ഛൻ ആ വിഷയത്തിൽ നൽകിയ വിശദീകരണം. അത് വ്യക്തമായിരുന്നില്ല എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞതെങ്കിൽ ഇന്ന് വളരെ വ്യക്തതയോടുകൂടി BJPയുടെ സംഘടനാ പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJP നേതാക്കൾ നടത്തുന്ന ചടങ്ങിലാണ് പങ്കെടുത്തിരിക്കുന്നത്. തികച്ചും രാഷ്ട്രീയപരമായ പ്രഖ്യാപനം കൂടിയായിട്ട് തന്നെ കാണേണ്ടി വരും. പക്ഷേ അതേസമയം ഔസേപ്പ് അച്ഛൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല. അത്തരമൊരു നടപടികളിലേക്കൊന്നും പോകില്ല എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതെങ്കിൽ പോലും BJPയുമായി ഐക്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായി മാറുകയാണ് ഇന്നത്തെ പരിപാടി. സ്മൃതി, ശരി. ജേസൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.